ഹലോ ചങ്ങൈമാരെ, നാഗൂരിലെ കോട്ട കാണാൻ പോയാലോ? രാജസ്ഥാനിൽ പർവ്വതങ്ങളിലോ ഉയരങ്ങളിലോ നിർമ്മിച്ച കോട്ടകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ നാഗൂരി കോട്ട ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അപൂർവമായി കാണപ്പെടുന്ന പരന്ന പ്രതലത്തിൽ നിർമ്മിച്ച കോട്ടയാണിത്. അതുകൊണ്ട് പീരങ്കി ഉണ്ടകളിൽ നിന്ന് കോട്ട സുരക്ഷിതമാണ്. പഴയ കാലത്ത് നാഗൂർ അഹിഛത്രപൂർ നഗരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അഹിഛത്രപൂർ കോട്ട എന്നും ഇതിന് പേരുണ്ട്. നിരവധി യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോട്ട നാഗവംശികളാണ് നിർമ്മിച്ചത്. ഇന്ത്യക്കാർക്ക് 50 രൂപയും വിദേശികൾക്ക് 200 രൂപയുമാണ് ടിക്കറ്റ് വില. രാജസ്ഥാനിലെ പ്രധാന കോട്ടകളിലൊന്നാണിത്. കോട്ടയുടെ ഘടനയാണ് എന്നെ ആകർഷിപ്പിച്ചത്. കോട്ടക്കകത്ത് നിരവധി കൊട്ടാരങ്ങളുണ്ട്. പ്രവേശിക്കാൻ 7 പ്രധാന കവാടങ്ങളും. ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി ആദ്യത്തെ കവാടം ഇരുമ്പും മരവും കൊണ്ടുള്ള കൂർത്ത 4 കവലകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുക്കൾ ആക്രമിച്ചാൽ കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം ഉയരമാണ് കോട്ടയ്ക്ക്. ചെളി കൊണ്ട് നിർമ്മിച്ചിരുന്ന കോട്ട പിൽക്കാലത്തെ രൂപം മാറ്റി. 2007 യുനെസ്കോ കോട്ടയ്ക്ക് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു. ഇത് ജലസംഭരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ പടിക്കിണറുകളിൽ നിന്നാണ് എല്ലാ കൊട്ടാരത്തിലേക്കും വെള്ളം എത്തിച്ചിരുന്നത്. കളിമണ്ണിൽ നിർമ്മിച്ച ഈ കോട്ടയെക്കുറിച്ച് മഹാഭാരതത്തിൽ വിവരിക്കുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. അർജുനൻ ഈ കോട്ട കീഴടക്കി തന്റെ ഗുരുവായ ദ്രോണാചാര്യർക്ക് സമ്മാനിച്ചതായി പറയപ്പെടുന്നു. പുരാതന രാജസ്ഥാന്റെ ചരിത്രത്തിന്റെയും ജീവിതശൈലിയുടെയും നേർചിത്രമാണ് ഈ കോട്ട. നാഗൂരിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അതിന്റെ ഭംഗി നമ്മെ ആകർഷിക്കുന്നു. സഞ്ചാരികൾക്ക് കുളിർമയേകാൻ മനോഹരമായ പൂന്തോട്ടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ വലിയ സംസ്ഥാനമായ രാജസ്ഥാനിൽ വർഷം മുഴുവൻ കാലാവസ്ഥ വ്യത്യസ്തമാണ്. കോട്ട കാണാൻ അനുയോജ്യമായ സമയം മഴക്കാലമാണ്. അങ്ങനെ ഒരു കാലം ഇവിടെ ഇല്ലെങ്കിലും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഇടവിട്ട് ഇവിടെ മഴ ലഭിക്കും. ഈ സമയങ്ങളിലെ അന്തരീക്ഷം മനോഹര കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കും. കാലക്രമേണ കവാടങ്ങളും കൊത്തടങ്ങളും തകർന്നു. മുമ്പൊരു എഴുത്തുകാരൻ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു കാഴ്ചയല്ല, ഒരു കാലഘട്ടത്തിന്റെ കാതലായ ഓർമ്മയാണ്. ഉത്തരേന്ത്യയിലൂടെ വീണ്ടും സഞ്ചരിക്കാം.